ആർക്കും വേണ്ടത്രേ. നമ്മുടെ നവകേരള ബസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നവകേരള ബസ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ബസ്സിൻ്റെ സർവീസ് മുടങ്ങി. ബുധനാഴ്ച സർവീസിന് വേണ്ടി വണ്ടി എടുക്കുമ്പോൾ ആളില്ലാത്ത കാരണം അത് മുടങ്ങി. ഇപ്പോൾ വ്യാഴാഴ്ചയും സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് KSRTC അറിയിച്ചിട്ടുള്ളത്. ശരിക്കും നമ്മുടെ മലയാളികൾ കാണിക്കുന്ന ഒരു വലിയ അബദ്ധമാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യാത്തത്. അത് പലപ്പോഴും ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശുചിമുറിയുള്ള, ഹൈഡ്രോളിക് ലിഫ്റ്റുള്ള, AC ഉള്ള ഒരു ബസ്സിൽ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ വരെ പോകാനുള്ള ഒരു അസുലഭ നിമിഷമാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള കോഴിക്കോട്ടുകാർ ചെയ്തത് എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയേണ്ടി വരും. ഈ കേരളത്തിൻ്റെ ഇതിഹാസ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ബസ്സാണ് നമ്മുടെ ഈ നവകേരള ബസ്, നാക്ക ബസ് എന്ന് പറയാം. ഈ ബസ് ആദ്യമായിട്ട് നമ്മൾ മലയാളികൾ പരിചയപ്പെടുന്നത് നവകേരള യാത്രയ്ക്കാണ്. ഈ നവകേരള യാത്രയുടെ കൊട്ടിക്കോഷിപ്പിൽ ആദ്യം ഉയർന്നു വന്ന ആനക്കൊമ്പനായിരുന്നു ഈ നവകേരള ബസ്. ഈ ബസ്സിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒക്കെ നമ്മളെയൊക്കെ കാണുവാനായി ഹൈഡ്രോളിക് ലിഫ്റ്റും ശുചിമുറിയൊക്കെ ആയിട്ടുള്ള ഈ അടിപൊളി വണ്ടിയിൽ കയറി വന്നു. അതെല്ലാം നമ്മൾ കണ്ടു. അതിനുള്ള മറുപടി നമ്മൾ വോട്ടിലൂടെ കൊടുത്തു. പക്ഷേ ഇലക്ഷന് മുമ്പ് തന്നെ ഈ ബസ് നമ്മുടെ KSRTC ഏറ്റെടുക്കുകയും ബാംഗ്ലൂരിലേക്ക് ഒരു സർവീസ് നടത്തുകയും ചെയ്തു. ഇതിന് ഭയങ്കര കൂടിയ റേറ്റാണ് എല്ലാവരും വാങ്ങിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇതൊക്കെ ശരിയാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഇതിഹാസമായിട്ടുള്ള വണ്ടിയാണല്ലോ. നമ്മുടെ ബാലൻ സഖാവ് പറഞ്ഞ പോലെ മ്യൂസിയത്തിൽ വെക്കേണ്ട വണ്ടി എടുത്തിട്ട് റോട്ടിലൂടെ ഓടിച്ചതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം. എന്തായാലും സർക്കാർ പറയുന്നത് കേരളത്തെ എങ്ങനെയാണ് എന്നുള്ളതും കേരളത്തിൻ്റെ വൈഭവം കാണിച്ചു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വിദേശികളും അന്യ സംസ്ഥാനത്തുള്ള ആളുകളും ഒക്കെ ഈ കേരളീയം കാണാനായിട്ട് ഇങ്ങനെ ക്യൂ ആയി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഈ നവകേരള ബസ് വയ്ക്കാം. വിദേശികളും മറ്റു സംസ്ഥാനക്കാരും ഒക്കെ നമ്മുടെ ഈ ഒരു വലിയ വൈഭവം കണ്ട് അസൂയപ്പെട്ടു പോവും. അപ്പോൾ ഈ ബസ്സിൽ കയറാത്ത ആളുകൾ ചമ്മിപ്പോവും. ഇങ്ങനെയാണ് അടുത്ത പ്ലാൻ എന്ന് തോന്നുന്നു. എന്തായാലും KB ഗണേഷ് കുമാർ ഇതിൽ ഇടപെടുവാൻ സാധ്യതയുണ്ട്. എത്രയൊക്കെ ഇടപെട്ടാലും ഈ ബസ്സിൽ കയറണമെങ്കിൽ, ഇത്രയും രൂപ കൊടുത്ത് കയറണമെങ്കിൽ മലയാളി പൊട്ടനല്ല എന്നുള്ളതും സർക്കാർ തിരിച്ചറിയുന്നത് വളരെ നന്നായിരിക്കും. മറ്റൊരു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.